നിങ്ങൾക്ക് ഒരു വ്യൂ പോയിന്റ് ഒക്കെ കാണിക്കാനായിട്ട് വണ്ടി ഇങ്ങനെ നിർത്തുന്നുണ്ട് കേട്ടോ. എല്ലാവരും വ്യൂ പോയിന്റ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാപ്പിയൻസ് മീഡിയ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചാലക്കുടിയിലാണ്. അപ്പോൾ എൻ്റെ ഒപ്പം നമ്മുടെ അരുണുണ്ട്, അരുണിൻ്റെ ഫ്രണ്ടായ ശ്രീജു ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് പോകണത് എങ്ങോട്ടാന്ന് വെച്ചത് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ അറിയാലോ, കുറേ വണ്ടികളുണ്ട്. നമ്മൾ വീണ്ടും അടുത്തൊരു ജംഗിൾ സഫാരിക്ക് വന്നിരിക്കേണ്ട. ആ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അരുൺ പറഞ്ഞു തരും. എങ്ങോട്ടാന്ന് പറ. ഇത് നമുക്ക് മലക്കപ്പാറയ്ക്കുള്ള പുതിയ ട്രിപ്പാണ്. അപ്പോൾ ചാലക്കുടി ഡിപ്പോയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ യാത്രയുടെ വീഡിയോ കണ്ടിട്ട് ശ്രീജോണിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇപ്രാവശ്യം നമ്മൾ അടുത്ത യാത്രയ്ക്ക് പോകുമ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെയും കൂടി കൂട്ടിയൊക്കെയാണ്. അപ്പോൾ ഈ യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ശ്രീജോണിൻ്റെയും കൂടെ നമ്മൾ ഫീഡ്ബാക്ക് എടുത്തിട്ടായിരിക്കും പോകുന്നത്. ബാക്കി നമ്മൾ വഴിയെ കാണാം. പിന്നെ കഴിഞ്ഞ യാത്രയ്ക്ക് കുറേ ആൾക്കാരൊക്കെ കമൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു ഇനി ഇതുപോലത്തെ യാത്രകളൊക്കെ കൂടുതൽ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന വലിച്ചിട്ട് നമ്മൾ കുറച്ചധികം വീഡിയോസ് ഇങ്ങനെ KSRTCയുടെ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ അതായത് നേരെ ഓപ്പോസിറ്റ് പേയാമ്പാർക്ക് ഉണ്ട്. ആ കാണുന്നതാണ് പേയാമ്പാർക്ക്. ആ പേയാമ്പാർക്കിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം തൊട്ട് ഈ ഭാഗത്തായിട്ടൊരു ഹോട്ടലുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഫുഡും കഴിച്ച് നേരെ വണ്ടി കയറി ഇരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ പേര് അതിനകത്ത് ഉണ്ടാകുന്ന ലിസ്റ്റിലുണ്ടാകുന്ന നോക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സാറാണ് ചെയ്യണത്. പെരാര എന്ന് പറഞ്ഞ സാറാണ് ചെയ്യണേട്ടോ. ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹം തന്ന നമ്പറിലാണ് അദ്ദേഹമാണ് ഇവിടെ പെരേര എന്ന് പറഞ്ഞ സാറിനെ കണ്ടവെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അല്ല ഞങ്ങള് 3 പേരാണ്. 2 പേര് എടുത്തത്. ചെയ്യാനുള്ള ദിവസമാണെന്ന്. നമ്മളെ പോലെ കുറേ പ്രായമുള്ള ചെറുപ്പക്കാരികളൊക്കെ ഉണ്ട്. അവരൊപ്പം നമുക്ക് ഒരേപോലെ നിൽക്കണം. എല്ലാവരും ഞാൻ പ്രായമുള്ള ആളാണ്, എനിക്ക് ഒരു സൈഡിൽ ഒന്നേരം പറ്റില്ല. അങ്ങനെ വേണ്ട, നമുക്കെന്തെങ്കിലും 10 വയസ്സ് എല്ലാവർക്കും കുറച്ച് കൊടുക്കാം. അല്ല കേട്ടാ, എല്ലാവർക്കും 10 വയസ്സ് കുറച്ചാണ് കൊടുക്കാം. എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടാണ്. പാട്ട് പാടാൻ സമയമുള്ള ആൾക്കാർക്ക് നമുക്ക് പാട്ട് പാടാൻ സൗകര്യമുണ്ട്. ബൈക്കൊന്നും ചോദിച്ചേക്കല്ല, കാശില്ല മേടിച്ചാലായിട്ട്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇതേപോലെ പാട്ട് പാടാം. ഒപ്പം പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക, യേശുദാസ് പാടുന്ന പോലെ ഒന്നും പാടുന്നില്ല. നിങ്ങളേതായ കഴിവിലൊരു പാട്ട് അത്രേ ഉള്ളൂ. നിങ്ങളൊരാളും കളിയാക്കാൻ ഒന്നിനും പറ്റുക. നമ്മളെ കൊണ്ടാവുന്നത് ഒരു പാട്ട് പാടാം. അതിപ്പോൾ 4 വരെയായാലും കുഴപ്പമില്ല, 2 വരെയായാലും കുഴപ്പമില്ല. ഒരു പാട്ടായാൽ മതി. ഇതിൽ പല ആൾക്കാരും നമുക്ക് മുൻപരിചയമില്ലാത്ത ആൾക്കാരായിരിക്കുള്ളൂ. പല വേഷങ്ങളും പല സ്ഥലത്തും വന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇന്നത്തെ ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ 15 മണിക്കൂർ ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ ചേർന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മുടെ കണ്ടക്ടറിനെ എല്ലാവരും പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾക്ക് ഈ ഒരു ബസ്സിലാണ് നമ്മൾ കണ്ടേക്കണേണ്ട. ബിസിനസ്സാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോകുന്ന ട്രിപ്പിൽ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് നിർത്തിയേക്കുന്നത്. ഇവിടെ ഒരു വൃന്ദാവൻ ഹോട്ടലുണ്ട്. അപ്പോൾ ഇത് വെറ്റിലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എല്ലാവർക്കും രാവിലെ ചാവടിക്കാത്തവർക്കെല്ലാം ചാവടിക്കാനുള്ള അവസരം ഇവരുണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ വന്നാൽ ഇവിടെ ഒരു വണ്ടിയുണ്ട്. പിന്നെ നമ്മൾ വന്ന വണ്ടി അവിടെയുണ്ട്. ഫുൾ ഗ്രീനറിയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അതിരപ്പള്ളിക്ക് പോണ വഴിയില്ലേ കുറേ ഭാഗത്ത് ഇതുപോലെ എണ്ണപ്പന തോട്ടങ്ങളൊക്കെ ഉണ്ട്. പ്ലാന്റേഷൻ. അതെ. അപ്പോൾ ആന ഇവിടെ വരുവാടാ.
അല്ല ഇവിടെ ഈയിടെയായിട്ട് പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ആന ഇറങ്ങിയിട്ട് തിരിച്ച് കാട്ടിലേക്ക് കയറി പോകണമെന്ന് പറഞ്ഞത്. അതെ അതെ. അപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ ഇവിടെ കൂടുതൽ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഈ ഒരു ഇതിനകത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇത്തിരി നല്ല ആംബിയൻസ് ആണ്, നല്ല സൈലൻ്റ് ആണ്. അടുത്തപ്പോൾ നമ്മൾ പോകുന്ന വഴി നേരെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ട് വണ്ടി നിർത്തി തന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. നല്ല വ്യൂ ആണ് ഇവിടുന്ന്, നല്ല സൂപ്പർ വ്യൂ ആണ്. വൈകുന്നേരം 5 മണിക്ക് സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കളക്ട് ചെയ്തോളാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയുടെ വേറൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും മേളിൽ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കാണോട്ടോ. അപ്പോൾ നമ്മുടെ ബസ്സിൽ വന്ന എല്ലാവരും ഫോട്ടോ സെക്ഷനിലൊക്കെയാണ് ഇവിടെ. ആ ചേട്ടാ നമസ്കാരം, എവിടെ നിന്ന് വരുന്ന ചേട്ടാ? പറവൂർ, നോർത്ത് പറവൂർ. പറവൂര്. ഹലോ മോനെ. അപ്പോൾ അതെ അരുൺ നമ്മുടെ ജിമ്മിനേക്ക് വിളിച്ചോണ്ടിരിക്കണ്. ആ ജിമ്മിനൊന്ന് വീഡിയോ ഒക്കെ. ഹലോ, അപ്പോൾ നമ്മുടെ ജിമ്മി ന്യൂസിലൻഡിലാണ്. ജിമ്മി നമസ്കാരം. ഞാൻ അതിരപ്പള്ളി ഉണ്ട്, അതിരപ്പള്ളി. അടിപൊളിയല്ലേ? ഞങ്ങൾക്ക് 2 ടിക്കറ്റ് അങ്ങോട്ട് എടുത്ത് തരാം, ഞങ്ങൾ 2 ടിക്കറ്റ് ഇങ്ങോട്ട് എടുത്ത് തരാം അല്ലേ? ന്യൂസിലാൻഡിന്റെ കുറച്ച് സ്ഥലങ്ങൾ. വെള്ളച്ചാട്ടം ഉണ്ടായിരുന്ന സ്ഥലം പാലമണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഷാർപ്പ വാട്ടർഫോളാണ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ പാലമണി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്. എന്താ അവസ്ഥ ഇത്? വേനൽക്കാലത്ത് ഇവിടെ വെള്ളം ഉണ്ടാവില്ല. വേനൽക്കാലത്ത് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഓക്കെ ചെയ്തേക്കണമെന്നല്ല, പക്ഷെ അധികം പൊക്കമൊന്നുമില്ല ഇവിടെ, ഹൈറ്റിലല്ല. അതുകൊണ്ടാണ്. ഫീസ് 50 രൂപയാണ് ഒരാൾക്ക്, കുട്ടികൾക്ക് 10 രൂപ. ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വഴിക്ക് നേരെ ഇറങ്ങിയിട്ട് ഇങ്ങനെ റാ പോലെ അപ്പുറത്തൊന്ന് കയറാം കേട്ടോ. കരിങ്കൽ പാതയുണ്ട്, ആ വഴിക്ക് കയറി ഞങ്ങൾ അവിടെ ബസ് പാർക്കിനടുത്തൊക്കെ ഒന്ന് കയറണം. അവിടെ ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്, ലാസ്റ്റ് ബാത്റൂം ഫെസിലിറ്റി ആണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പം നമ്മൾ വാഴച്ചാലി ചെക്ക് പോസ്റ്റിന് അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് ഇതിനകത്ത് നടന്ന് ഒരു റാ പോലെ അപ്പുറ സൈഡിൽ വരണമെന്നാണ് നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അരുണൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്, വാഴച്ചാൽ വെള്ളച്ചാട്ടം. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. പോട്ടെ. ഹലോ 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 ഹലോ, ഹായ് ഹായ് ഹായ്. ഏതാ ലിറ്റിൽ സാപ്പിയൻസ് മീഡിയ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ കുറേ കുട്ടികളെ കണ്ടിരുന്നത് എല്ലാവരും ലിറ്റിൽ കിക്കേഴ്സിന്റെ പിള്ളേരാണ്. ഇത് എവിടെ ഉണ്ട് കുറേ പേര്. ഹായ് 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 ഹായ്. സാപ്പിയൻസ് മീഡിയ, സാപ്പിയൻസ് മീഡിയ, സാപ്പിയൻസ്. ഓക്കെ, ഒരു 20 സബ്സ്ക്രൈബർ ഗൈസ്. അപ്പോൾ 20 സബ്സ്ക്രൈബർ നിങ്ങളൊപ്പം വീണ്ടും വരുന്നതാണ്. ഇങ്ങനെയൊക്കെ ആളുണ്ടാവരുത്. കുട്ടി സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറവായിരുന്നു. അപ്പോൾ വാഴച്ചാൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പാർക്കൊക്കെയാണ്, കുട്ടികളുടെ പാർക്ക് കാണാം. അതായത് നമ്മൾ പോകുന്ന വഴിക്ക് ഭയങ്കര മഴയായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മഴയുടെ പുറത്ത് ശക്തമായ മഴ. അതും പോകുന്ന 7 മാസം മാർച്ച് മാസത്തിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കണം. കഠിനമായ മഴ, വേനൽ മഴ.
കയറണം മല്ലിക ചേച്ചിയുടെ കട. അപ്പൊ ഇവിടെയാണ് കയറാൻ പോകുന്നത്. ചേച്ചിയാണോ മല്ലിക ചേച്ചി? നമസ്കാരം ചേച്ചി. ഊണുണ്ടോ? ബിരിയാണി